ഹലോ എല്ലാവർക്കും ആദിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു കിഡിലൊരു സാലഡ് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർ ഇതുപോലൊരു സാലഡ് ഒന്ന് ശീലാക്കൂട്ടോ. വളരെ ഹെൽത്തിയും അതിലുപരി ടേസ്റ്റിയുമായൊരു സാലഡാണ്. എന്നാൽ നമ്മുടെ സാലഡ് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കിയാലോ. അതിനു വേണ്ടി ഒരു ബൗൾ എടുക്കുക. അത്യാവശ്യം വലിയ ബൗൾ തന്നെ എടുക്കുക കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിരിക്കും. അതിലോട്ട് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ കക്കരിക്ക ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇനി ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്യാരറ്റിൻ്റെ ഹാഫ് പോർഷനാണ് എടുത്തിരിക്കുന്നത്. ഇനി തക്കാളി ഞാൻ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് കേബേജാണ്. ഞാൻ കേബേജ് വളരെ കുഞ്ഞായി കട്ട് ചെയ്ത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇച്ചിരി മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് അത്രയൊന്നും പിടിക്കത്തില്ല. ഇനി ഇതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചിക്കൻ വളരെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് നല്ലതുപോലെ പുഴുങ്ങിയെടുത്തിരിക്കുന്ന ചിക്കനാണ്. ഇനി നമുക്ക് ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുക. കുരുമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലവർക്ക് എരിവ് അത്ര ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ എത്രത്തോളം ചേർത്ത് കൊടുക്കേണ്ടതില്ല. നമുക്കിതിലോട്ട് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാലഡിനനുസരിച്ചാട്ടോ നമ്മൾ ഒലിവ് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഒരു നാരങ്ങ നല്ലതുപോലെ പിഴിഞ്ഞതിൻ്റെ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം തേനും കൂടെ ചേർത്ത് കൊടുക്കുക. തേനൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സാലഡിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു സാലഡ് നമ്മൾ നൈറ്റൊക്കെ ഒന്ന് ശീലമാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡ്രസ്സിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സാലഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചിക്കൻ സാലഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇതുപോലൊരു സാലഡ് ഉണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് ഡിന്നറിന് വേറെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതി. അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ. അതിലുപരി ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ സാലഡ് തയ്യാറാക്കി നോക്കൂട്ടോ. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർ മസ്റ്റായി ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ സാലഡൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് നമുക്ക് വേറൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.